നമ്മൾ ഇതിനു മുമ്പ് ഉള്ള എപ്പിസോഡിൽ പറഞ്ഞിരുന്ന പോലെ ആര്യന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാർ ഏകദേശം BC 1500 കൂടി സെൻട്രൽ ഏഷ്യയിൽ നിന്ന്, അഥവാ നമ്മൾ ഇന്ന് പറയുന്ന ഇറാൻ, ഇറാഖ് ദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയും അവർ വരാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അവിടെ എന്തോ വിഷയങ്ങളുണ്ടായി, ക്ലാഷ് ഉണ്ടായി, വാറലുണ്ടായി, ഫൈറ്റിംഗ് ഉണ്ടായതിനു ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് പോകുന്നവർ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ വടക്ക് പടിഞ്ഞാറേ ദേശത്ത് അവർ തങ്ങുകയും ക്രമേണ അവർ തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ അവർ ഇൻഡസ് വാലി സിവിലൈസേഷൻ തുടർന്നു പോരുകയും ചെയ്തു. ക്രമേണ കാലക്രമേണ ഒരു 500 വർഷത്തെ ഇടവേളയോടുകൂടി അവർ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ജനങ്ങളായിട്ട് ഇടപെടുകയും ബന്ധങ്ങൾ ഏർപ്പെടുകയും അതല്ലെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് വരികയും ചെയ്തു എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ജീവിത മാർഗമായിട്ട് യജ്ഞങ്ങളിലും യാഗങ്ങളിലും ഏർപ്പെടുകയും ഇൻഡസ് വാലി ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സഹായത്തോടുകൂടി ചുറ്റുപാടിൽ നിന്ന് ധനപരമായ സഹായത്തോടുകൂടി യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്യും. ഇത് നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണെന്ന് ഇൻഡസ് വാലിയിലെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും അങ്ങനെ ക്രമേണ ഇൻഡസ് വാലിയിലെ ജനങ്ങളായിട്ട് ബന്ധങ്ങളിൽ വരികയും അങ്ങനെ കുടുംബ ബന്ധങ്ങളിൽ വരികയും അത് സെക്സ് ബന്ധങ്ങളിൽ വരികയും അങ്ങനെ ക്രമേണ വളർന്ന് ഇൻഡസ് വാലിയിലെ ജനങ്ങളായിട്ട് ഇടകലർന്ന് ഇൻഡസ് വാലി മുഴുവനും അവർ വ്യാപിക്കാൻ ഇടയായി. പക്ഷേ ഈ പറയുന്ന ഈ വന്നതിന് ശേഷം ഈ 500 വർഷത്തിന് ശേഷം ഇവർ ഇൻഡസ് വാലി പരക്കെ ഡിഫറൻസുകളും വിവേചനങ്ങളും പക്ഷപാതങ്ങളും ക്രിയേറ്റ് ചെയ്യുകയും ക്രമേണ ഇൻഡസ് വാലി ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിവേചനപരമായ ഇടപെടൽ വരികയും അത് ക്രമേണ ചാതുർവർണ്ണത്തിൽ വരികയും ഈ ചാതുർവർണ്ണം ഏകദേശം 1000 ഒരു ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു ഓർഡറിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഇന്ത്യയിൽ വന്നിരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ വന്നിരുന്ന ആര്യന്മാർ ക്രമേണ ആര്യ ബ്രാഹ്മണരായിട്ട് മാറുകയും ഇൻഡസ് വാലിയിലുടനീളം ചാതുർവർണ്ണയവും അനാർക്കിയും ഇമ്മോറലിസവും പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഇൻഡസ് വാലിയിൽ ഉണ്ടായിരുന്ന സമാധാനവും ഓർഡറും അല്ലെങ്കിൽ ശരിയായി മനുഷ്യൻ ജീവിച്ചു വന്ന കണ്ടീഷൻസും അവിടുത്തെ അന്തരീക്ഷം നശിപ്പിക്കുകയും ക്രമേണ ജനങ്ങളുടെ സ്വസ്ഥത നശിക്കുകയും ചെയ്യാൻ കാരണമായിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പല പല കാര്യങ്ങളെക്കുറിച്ചും സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച്, സാമൂഹ്യ നിയമങ്ങളെക്കുറിച്ച്, വ്യക്തിബന്ധങ്ങളെക്കുറിച്ച്, കുടുംബ ബന്ധങ്ങളെക്കുറിച്ച്, സ്റ്റേറ്റിനെ കുറിച്ച്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ ഡേ ടു ഡേ ലൈഫായിട്ട് ബന്ധപ്പെട്ടും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ധാരണകളിൽ ചില സംശയങ്ങൾ വരികയും അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരികയും തെറ്റിദ്ധാരണ വരികയും ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുണ്ടെങ്കിൽ ഇവർ ഇൻഡസ് വാലിയിൽ സിവിലൈസേഷനിൽ ജനങ്ങളുടെ ഇടയിൽ എല്ലാ കാര്യത്തിലും ഒരു അനാർക്കിയും ഇമ്മോറലിസം അഴിച്ചുവിടുകയും മൊത്തത്തിലൊരു ഒരു ഒരു ധാരണാപശ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഇൻഡസ് വാലിയിൽ ഈ പറയുന്ന ആര്യന്മാർ വന്ന BC 1500 മുതൽ ഈ BC ഏകദേശം 500 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു അന്ധകാരം, ഒരു ഡാർക്ക്നെസ് എല്ലാ ഏരിയയിലും വ്യാപിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഇൻഡസ് വാലിയിൽ പൊതുവെ എല്ലായിടത്തും ഒരുതരം അന്ധകാരം പടർന്നു പിടിച്ച പോലെ അതനുസരണമായി മനുഷ്യൻ്റെ യുക്തിബോധം വേണ്ട രീതിയിൽ വർക്ക് ചെയ്യാതിരിക്കുക, അവരുടെ എക്സ്പീരിയൻസിനെ വേണ്ട രീതിയിൽ വിലയിരുത്താൻ പറ്റാതെ വരിക, ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താതെ വരിക, അല്ലെങ്കിൽ സമൂഹ ബന്ധങ്ങളെക്കുറിച്ച് പ്രശ്നം ഉണ്ടാവുക, അങ്ങനെ സമൂഹത്തിൻ്റെയും ജീവ ചുറ്റുപാടുകളെയും ഊന്നിയ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭൗതിക സാഹചര്യത്തിൽ ഊന്നിയ ഇടപെടലും അതിൻ്റെ പൊളിറ്റിക്സും അല്ലെങ്കിൽ മനുഷ്യൻ്റെ മറ്റെല്ലാ കാര്യങ്ങളിലും ഒരുതരം തടസ്സങ്ങളും മൊത്തത്തിലുള്ളൊരു ക്രൈസിസ് നേരിട്ട ഒരു കാലഘട്ടമാണ് നമ്മൾ ഈ പറയുന്ന അന്ധകാരയുഗം പോലുള്ള ഈ കാലഘട്ടം. അപ്പോൾ ഈ ആര്യബ്രാഹ്മണരുടെ ഒരു അഭിപ്രായ പ്രകാരം എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന യാഗങ്ങൾ, യജ്ഞങ്ങൾ ഇവയെല്ലാം ദേവദത്തമാണെന്നും ദൈവികമാണെന്നും അവരെ എല്ലാവരും ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദി ബ്രാഹ്മണിക്കലായിട്ടുള്ള അവരുടെ ജനങ്ങൾ ദൈവദത്തമായ സൃഷ്ടിയാണെന്നും അതെല്ലാം ഡിവൈനാണെന്നും അവർ പറയുന്ന കാര്യങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ ഇടപെടലെല്ലാം ദൈവത്താൽ തീരുമാനിക്കപ്പെട്ടതാണെന്നും അത് എല്ലാവരും അംഗീകരിക്കണമെന്നും എല്ലാവരും അതനുസരിച്ച് അത് സ്വീകരിക്കണമെന്നും എല്ലാവരും അവർക്ക് ജീവിതത്തിന് സപ്പോർട്ട് ചെയ്യണമെന്നും
അത് അവർക്ക് ജീവിതത്തിന് സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കണം എന്നുള്ള അവകാശങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ കാര്യങ്ങളിൽ ആദ്യം അവകാശങ്ങളായിട്ടും പിന്നീട് അധികാരമായിട്ട് മാറുകയും ക്രമേണ ഇൻഡസ് വാലി ജനങ്ങളായിട്ട് ക്വാറലിൽ ഏർപ്പെടുകയും ഫൈറ്റിങ്ങിൽ ഏർപ്പെടുകയും അങ്ങനെ ആയിട്ടുള്ള കൺഫ്ലിക്റ്റിൽ ഏർപ്പെടുകയും അങ്ങനെ ഫൈറ്റിൽ ഏർപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഈ കാലഘട്ടത്തുണ്ടായിരുന്ന ഈ അന്ധകാര നിബിഡമായ ഈ കാലഘട്ടത്ത് അല്ലെങ്കിൽ ആര്യ ബ്രാഹ്മണ മുന്നേറ്റത്തിന്റെ ഭാഗമായി ഉണ്ടായ ചിത്രതയിൽ നിന്ന് ജനങ്ങൾക്ക് സമാധാനവും അല്ലെങ്കിൽ ഭദ്രതയും അല്ലെങ്കിൽ ജീവിതത്തിന്റെ രക്ഷയും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം BC ഒരു 800 കാലം മുതൽ BC ഒരു AD കാലം വരെ വിവിധ രീതിയിലുള്ള പല ദേശങ്ങളിൽ നിന്നായിട്ട് പല പല ചിന്തകന്മാരും പല പല ദാർശനികന്മാരും മുന്നോട്ട് വരികയും ഇതിനെതിരായിട്ട് ഈ ജനങ്ങൾക്കുണ്ടായ കൺഫ്യൂഷൻ, തെറ്റിദ്ധാരണ, ഭയം അല്ലെങ്കിൽ ക്വാറൽ, ഇതിനെതിരെ എല്ലാത്തും ഒരു മറുപടി എന്നുള്ള അല്ലെങ്കിൽ പ്രതികരണമായിട്ട് ഈ ദാർശനികന്മാർ അവരുടേതായ രീതിയിൽ ദർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അങ്ങനെ അതുണ്ടായിരുന്ന കൺഫ്യൂഷനും അല്ലെങ്കിൽ ഡൗട്ട് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ദാർശനികമായ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഈ നമ്മൾ പറയുന്ന പോലെ ഈ ആര്യ ബ്രാഹ്മണ മുന്നേറ്റം പോലെ ഉണ്ടായ സംശയങ്ങൾ, കൺഫ്യൂഷനും തെറ്റിദ്ധാരണകളും മാറുന്നതിന് വേണ്ടിയിട്ട് ഈ ദാർശനികൾ അവരുടേതായ രീതിയിൽ ഓരോ വിഷയങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും സദാചാരത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും സ്റ്റേറ്റിനെ കുറിച്ചും എല്ലാം ഇവർ അവരുടേതായിട്ടുള്ള ഓരോ എക്സ്പ്ലനേഷൻ, ഓരോ ഡെഫിനേഷനും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ റീഡെഫിനേഷനും നൽകിക്കൊണ്ട് അന്നുണ്ടാകുന്ന കൺഫ്യൂഷനും അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളും മാറ്റുന്നതിന് ഒരു സ്പേസ് കണ്ടുപിടിക്കുകയും അങ്ങനെ ക്രമേണ ഇൻഡസ് വാലി ജനങ്ങളിലെ പ്രശ്നങ്ങളുടെ ശരിയായ അവസ്ഥ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ദാർശനികന്മാർ. ഈ ദാർശനികന്മാരിൽ പ്രധാനപ്പെട്ട ആളുകൾ നമ്മൾ പറയുമ്പോൾ സംഖ്യന്മാരും ചാർവാകന്മാരും ബൗദ്ധന്മാരുമാണ്. നമ്മൾ ഈ പറഞ്ഞ ദാർശനികന്മാരുടെ അവരുടെ ദർശനത്തില് പൊതുവായിട്ടുള്ള സമാനമായിട്ട് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യർ ജന്മനാ തന്നെ എല്ലാവരും റാഷണലാണെന്നും അല്ലെങ്കിൽ റീസൺ പവറോട് കൂടിയാണ് എല്ലാവരും ജനിക്കുന്നതെന്നും അങ്ങനെ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ലൈഫാണ് പ്രകൃതി പ്രദാനം ചെയ്യുന്നതെന്നും ഈ ഇന്റലിജൻസ് അഥവാ ഈ റീസണിന്റെ ഒരു പവർ വളരെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പവറാണെന്നും അതുപയോഗിച്ച് നമ്മൾ ചിന്തിക്കുകയും നമ്മുടെ ഭാഷയെ, നമ്മുടെ കമ്മ്യൂണിക്കേഷനെ രൂപപ്പെടുത്തുകയും അത് നമ്മുടെ എക്സ്പീരിയൻസിനെയും മറ്റ് ബന്ധങ്ങളെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ക്രമീകരിക്കുകയും മനുഷ്യബന്ധങ്ങളെയും അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങളെയും നമ്മൾ ചിട്ടപ്പെടുത്തുകയും ചെയ്യണമെന്നുള്ളതാണ് ഈ ചിന്തകന്മാർ പറയുന്നത്. മാത്രമല്ല സമൂഹത്തിനകത്ത് നമ്മൾ കാണുന്ന സദാചാരം, നിയമങ്ങൾ, മറ്റെല്ലാ കണ്ടീഷൻസും സാമൂഹ്യ ബന്ധങ്ങളും നമ്മൾ യുക്തിബോധത്തിന്റെ വെളിച്ചത്തിലും എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലും നമ്മൾ വിലയിരുത്തുകയും ക്രമപ്പെടുത്തുകയും ഓർഗനൈസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ചിന്തകന്മാർ പറയുന്നത്. കൂടാതെ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ഭൗതികമായ ചുറ്റുപാടിലൂന്നിയ അല്ലെങ്കിൽ ആ കണ്ടീഷനിലൂന്നിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അതിഭൗതികമായ കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ അതീന്ദ്രിയമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ബന്ധപ്പെടുകയോ നമ്മൾ ആശ്രയിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവർ അതിന് കാരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആശ്രയിച്ചാൽ, അങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ യുക്തിക്ക് വിധേയമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷനിൽ ഏർപ്പെടുകയും കൺഫ്യൂഷൻ വരികയും അല്ലെങ്കിൽ തെറ്റിദ്ധാരണ വരികയും അങ്ങനെ നമ്മൾ ജീവിതത്തിന്റെ പല പല ഘട്ടങ്ങളിൽ അപകടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് മുൻ ആയിട്ടുള്ള വാണിങ്ങോടുകൂടിയാണ് ഈ ചിന്തകന്മാർ അവരുടെ ദർശനം മുന്നോട്ട് വയ്ക്കുന്നത്. അതനുസരിച്ച് ഈ ദാർശനികന്മാരുടെ അഭിപ്രായ പ്രകാരം മനുഷ്യൻ പ്രകൃതിയുടെ അഭേദ്യമായ ഒരു ഭാഗമാണെന്നും അഥവാ പ്രകൃതിയും മനുഷ്യനും ഒന്നാണെന്നും അതൊരു ഈ പ്രകൃതിയിലുള്ള മനുഷ്യരെല്ലാവരും ഒരേ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളാണെന്നും മാത്രവുമല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഏത് കാര്യങ്ങളാണ്, ഇപ്പോൾ ഉദാഹരണത്തിനകത്ത് സാമൂഹികമായ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളാണെങ്കിലും സദാചാരപരമായ കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും ഒരേ രീതിയിലുള്ള നിയമവ്യവസ്ഥ വേണമെന്നും അതിന് യൂണിഫോമിറ്റി വേണം. അങ്ങനെ ആ യൂണിഫോമിറ്റി അനുസരിച്ച് നമ്മളെല്ലാം ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ എല്ലാ നഗരങ്ങളിലും എല്ലാ ജനങ്ങളിലും ഈ പറയുന്ന യൂണിഫോം ആയിട്ടുള്ള കണ്ടീഷൻസും കോഡുകളും പെരുമാറ്റങ്ങളും നിയമങ്ങളും നമ്മൾ നടപ്പിലാക്കണമെന്നും അങ്ങനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ മുഴുവനും ഏകദേശം ഒരു യൂണിറ്റി ആൻഡ് യൂണിഫോമിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ, നമ്മുടെ സമൂഹം മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുള്ള പ്രകൃതിയെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുകയും ആ പ്രകൃതിയെ
അല്ലെങ്കിൽ പ്രകൃതിയെ പൊതുവെ വൃക്ഷലതാദികളാണെങ്കിലും ജാലങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും ഇതെല്ലാം നമ്മളോട് ചേർത്ത് നിർത്തുകയും അവരുടെ സംരക്ഷണത്തോടുകൂടിയുള്ള ജീവിതത്തെ ഒരു 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 എൻവയോൺമെന്റൽ ഫിലോസഫിയോടുകൂടി നമ്മൾ കാണുകയും അതുപോലെ തന്നെ പൊതുവെ ജീവിതത്തെയും പ്രകൃതിയെയും എല്ലാത്തിനെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു ദർശനം അഥവാ ഇക്കോളജിക്കലായിട്ട് ഒരു ദർശനം നമ്മൾ അല്ലെങ്കിൽ ഇൻഡസ് ജനങ്ങളെല്ലാം പ്രാവർത്തികമാക്കണമെന്നും അങ്ങനെ അവരുടെ ഫിലോസഫി ആക്കി മാറ്റണമെന്നും ഈ ദാർശനികന്മാർ വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയും ആളുകളെ അറിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു എന്നുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ ദാർശനികന്മാരുടെ ഈ ദർശനങ്ങളും അതിൻ്റെ ചിന്തകളും അതിലെ ആശയങ്ങളും കാഴ്ചപ്പാടെല്ലാം ഇത് ഓൾറെഡി ഇൻഡസ് വാലി സിവിലൈസേഷനകത്ത് 6000-7000 വർഷങ്ങളായിട്ട് നടന്നു പോകുന്നതും ജനങ്ങളെ പ്രവർത്തിച്ചു പോകുന്നതും ജനങ്ങളെ ഉൾക്കൊണ്ട് ജീവിച്ചു പോകുന്നതുമായ ദർശനങ്ങളാണ്, അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളാണ്. അത് ഈ ആര്യബ്രാഹ്മണ മുന്നേറ്റത്തോടു ഉണ്ടായിരുന്ന അപകടത്തിൽ നിന്ന് ഇൻഡസ് വാലിയിലെ ജനങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിച്ചുകൊണ്ട് അവരുടെ ഭദ്രതയും സമാധാനവും ഐക്യവും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ദാർശനികന്മാർ ഇത് വീണ്ടും ഒന്നോടെ അതിനെ റീസ്റ്റേറ്റ് ചെയ്യുകയും റീഡിഫൈൻ ചെയ്യും റീഎക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഏകദേശം ബുദ്ധന്റെ കാലത്തോടുകൂടി ഈ ദർശനത്തിന് പൊതുവെ ഒരു പൂർണ്ണത കൈവരികയും അങ്ങനെ ഇൻഡസ് വാലി ജനങ്ങളുടെ നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇൻഡസ് വാലി ജനങ്ങളുടെ ദർശനവും ഫിലോസഫിയും പൊളിറ്റിക്സും സംസ്കാരവും മതവും എല്ലാം ഈ ബുദ്ധമതത്തോടി പൂർണ്ണമായി അത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇൻഡസ് വാലിയുടെ ജനങ്ങളുടെ ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഈ പറഞ്ഞ കാഴ്ചപ്പാടും അവരുടെ ദർശനങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഭൗതികമായ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തെ ഒരു ഭൗതികമായ ചുറ്റുപാടിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദാർശനികന്മാർ വ്യക്തിക്ക് ശരിയായ എക്സ്പ്ലനേഷൻ കൊടുത്തു, സമൂഹത്തിന് ശരിയായ എക്സ്പ്ലനേഷൻ കൊടുത്തു, അതുപോലെ തന്നെ സ്റ്റേറ്റിനും ശരിയായ എക്സ്പ്ലനേഷൻ കൊടുക്കുകയും ഈ ജനങ്ങളും വ്യക്തിയും സമൂഹവും സ്റ്റേറ്റും എല്ലാം ഉൾക്കൊള്ളുന്ന ജനപദങ്ങൾക്ക് ഒരു മൊറാലിറ്റിയും നിയമസംഹിതയും പ്രദാനം ചെയ്യുന്ന രീതിയിൽ മഹത്തായ ദർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഇൻഡസ് വാലിയിലെ ജനങ്ങൾക്ക് ഈ ദാർശനികന്മാർ ഈ പാരമ്പര്യത്തിൽ ഒരു ഒരു ശരിയായ വ്യക്തമായ കാഴ്ചപ്പാടാണ് പ്രദാനം ചെയ്തിരിക്കുന്നത്. അതായത് ജനങ്ങൾ വ്യക്തിയായാലും സമൂഹമായാലും സ്റ്റേറ്റ് ആണെങ്കിലും വളരെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള വേ ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ഈ ദാർശനികന്മാർ പറയുന്നത്. മാത്രമല്ല നമ്മുടെ ചിന്തകളും നമ്മുടെ ഭാഷകളും അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനും ഇടപെടലെല്ലാം ഒരുതരം പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള മെത്തേഡിലൂടെയും അല്ലെങ്കിൽ കാഴ്ചപ്പാടിലൂടെയും ഈ രീതിയിലൂടെയും നമ്മൾ പ്രവൃത്തിയെത്തുകയും അങ്ങനെ അതിന് നമ്മൾ ഫലങ്ങൾ കണ്ടെത്തണമെന്നാണ് ഈ ദാർശനികന്മാരുടെ ഒരു അഭിപ്രായം. ഇങ്ങനെ ഇൻഡസ് വാലിയിലെ ജനങ്ങളെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന ജനപദങ്ങളിലെ ഓരോ വ്യക്തിയെയും സമൂഹത്തെയും സ്റ്റേറ്റിനെയും നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഫിസിക്കലായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെയും അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കാഴ്ചപ്പാടിലൂടെയും വളരെ റാഷണൽ ആൻഡ് സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് ജനങ്ങളെയെല്ലാം എൻലൈറ്റ്മെന്റിലേക്ക് നയിക്കുന്ന ഒരു വളരെ വളരെ ശാസ്ത്രീയമായ ഒരു പദ്ധതിയാണ് ബുദ്ധന്റെ പിൻഗാമികളും ഈ പറയുന്ന ഇൻഡസ് വാലിയിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിനനുസരണമായി ദാർശനികന്മാർ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ദാർശനികമായ കാഴ്ചപ്പാടിൻ്റെയും പ്രിൻസിപ്പിൾസിൻ്റെയും അല്ലെങ്കിൽ തത്വങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ എല്ലാവരെയും ശരിയായ അലൈൻമെന്റിലേക്ക് എത്തിക്കുകയും അല്ലെങ്കിൽ തിരിച്ചറിവിൻ്റെ ഒരു ജ്ഞാന പദ്ധതിയിലേക്ക് എത്തിക്കുകയും അങ്ങനെ അവരെ സൈദ്ധാന്തികമായും അല്ലെങ്കിൽ പ്രവൃത്തിപഥത്തിലും ഒരു കർമ്മസിദ്ധാന്തത്തിലേക്ക് എത്തുകയും ഈ കർമ്മസിദ്ധാന്തം വഴി ശരിയായ തത്വങ്ങളും നിയമങ്ങളും ദർശനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ധർമ്മത്തിൻ്റെ വഴിയിലൂടെ ജനങ്ങളെ വ്യക്തിയെയും ജനങ്ങളെയും രാജ്യത്തെയും ജനപദങ്ങളെ മുഴുവനും മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഒരു ദാർശനികമായ സമഗ്രമായ ഒരു പദ്ധതിയാണ് ശ്രീബുദ്ധനെ പോലെയുള്ള ദാർശനികന്മാർ മുന്നോട്ട് വെച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡസ് വാലിയിൽ പൊതുവെ എല്ലായിടത്തും ഒരുതരം അന്ധകാരം പടർന്നു പിടിച്ചോലെ അതനുസരണമായി മനുഷ്യൻ്റെ യുക്തിബോധം വേണ്ട രീതിയിൽ വർക്ക് ചെയ്യാതിരിക്കുക, അവരുടെ എക്സ്പീരിയൻസിനെ വേണ്ട രീതിയിൽ വിലയിരുത്താൻ പറ്റാതെ വരിക, ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താതെ വരിക, അല്ലെങ്കിൽ സമൂഹ ബന്ധങ്ങളെക്കുറിച്ച് പ്രശ്നം ഉണ്ടാവുക, അങ്ങനെ സമൂഹത്തിൻ്റെയും ജീവിത ചുറ്റുപാടുകളെയും ഊന്നിയ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭൗതിക സാഹചര്യത്തിൽ ഊന്നിയ ഇടപെടലും അതിൻ്റെ പൊളിറ്റിക്സും അല്ലെങ്കിൽ മനുഷ്യൻ്റെ
മറ്റെല്ലാ കാര്യങ്ങളിലും ഒരുതരം തടസ്സങ്ങളും മൊത്തത്തിലുള്ളൊരു ഒരു ക്രൈസിസ് നേരിട്ട ഒരു കാലഘട്ടമാണ് നമ്മൾ ഈ പറയുന്ന അന്ധകാര യുഗം പോലെയുള്ള ഈ കാലഘട്ടം. ഈ ദാർശനികന്മാരുടെ ഈ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളുടെയും കർമ്മസിദ്ധാന്തങ്ങളുടെയും ധർമ്മസങ്കല്പങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പിൽക്കാലങ്ങളിൽ ഇന്ത്യയിലുടനീളം മൗര്യന്മാരും അതിൽ പ്രധാനപ്പെട്ട ആളായിരുന്ന അശോകനെ പോലെയുള്ള ആളുകൾ ഇതെല്ലാം ഇന്ത്യ മുഴുവൻ കംപ്ലീറ്റ് വ്യാപിപ്പിക്കുകയും വ്യക്തിയും കുടുംബവും രാജ്യവും എല്ലാവരും ഈ പറയുന്ന ധർമ്മവും കർമ്മവും അനുസരിച്ച് ജീവിക്കണമെന്നും അങ്ങനെ ഇന്ത്യ ചരിത്രത്തെ ലോക ചരിത്രത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്തുകയും അങ്ങനെ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഇന്ത്യയുടെ ഗോൾഡൻ എറ എന്നറിയപ്പെടുന്ന ഇന്ത്യ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രമുഖമായ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുന്നത് ഈ ദർശനത്തിൻ്റെ പിൻബലത്താലാണ്. ബുദ്ധന്റെ ഈ ദർശനവും അശോകന്റെ രാജ്യസങ്കല്പങ്ങളും നമ്മൾ കൂട്ടിച്ചേർത്താൽ നമ്മളിന്ന് മോഡേൺ കാലഘട്ടത്തിൽ കാണുന്ന ഒരു സ്റ്റേറ്റിന്റെ സങ്കല്പങ്ങളും അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഡെമോക്രസിയുടെയും സയൻസിന്റെയും മൊറാലിറ്റിയുടെയും നിയമങ്ങളുടെയും ഒരാകത്തുകയായ ഒരു മോഡേൺ റിപ്പബ്ലിക്കിന്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ ഫിലോസഫി നമ്മൾ മോഡേൺ കാലഘട്ടത്തിൽ കാണുന്ന ഈ ഫിലോസഫി ഈ പറയുന്ന ബുദ്ധന്റെയും അല്ലെങ്കിൽ എന്താണ് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ജനങ്ങൾ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഓക്കെ.